ഹായ് ഓൾ. ഇന്ന് നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യനാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഈസ് ഓൾ ഡിവൈസേഴ്സ് ഓഫ് എ നമ്പർ ഗിവൻ ആൻ ഇൻറ്റിജർ എൻ, പ്രിന്റ് ഓൾ ദ ഡിവൈസേഴ്സ് ഓഫ് എൻ ഇൻ ദ അസെൻഡിങ് ഓർഡർ. ഓക്കെ, അതായത് നമുക്ക് ഇൻറ്റിജർ തന്നിട്ടുണ്ട് വിച്ച് ഈസ് എൻ, ആൻഡ് ദ ഔട്ട്പുട്ട് ഷുഡ് ബി പ്രിന്റ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അതായത് ഔട്ട്പുട്ട് എങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. 20ൻ്റെ ഇൻറ്റിജർ ഏതൊക്കെയാണ്? 1, 2, 4, 5, 10 and 20 അതിൻ്റെ അസെൻഡിങ് ഓർഡർ. ഓക്കെ, നമ്മൾ അതിൻ്റെ ഡിവൈസേഴ്സ് കാണാനുള്ള മെത്തേഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഡിവൈസേഴ്സ് കാണാനുള്ള മെത്തേഡ്. ഓക്കെ, ഇപ്പം 20നെ തന്നെങ്കിൽ 20നെ ഡിവൈഡ് ചെയ്യുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട്. 1, 2, 4, 5, 10. ഓക്കെ, ഇത് ഡിവൈസേഴ്സ് എങ്ങനെ പ്രിന്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഹൗ ടു പ്രിന്റ് ഡിവൈസേഴ്സ്. നമുക്ക് എന്തായാലും 20 വരെ പോകും, വേണമെങ്കിൽ n20 വരെ അല്ലെങ്കിൽ 21 വരെ ലൂപ്പ് ചെയ്യിപ്പിക്കാം. അതായത് 20 വരെ ലൂപ്പ് ചെയ്യിപ്പിക്കുന്നു, ഒന്നുകൊണ്ട് എന്നിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ ചെയ്യും. അപ്പം അതൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അല്ല. അപ്പം എന്താണ് വേറെ മാർഗം? ലെറ്റ് മീ തിങ്ക്. 20, അതായത് 20നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്. 1, 4, 9, 16 ആണല്ലേ. Then 25. നമുക്ക് ഫോർ ലൂപ്പിലാണെങ്കിൽ ആൻസർ ഉണ്ട്. സോ n20 1 അസെൻഡിങ് ഓർഡറിലാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്താ ഒരു കറക്റ്റ് ഒപ്റ്റിമൈസ്ഡ് വേ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം പ്രിന്റ് ഓൾ ഡിവൈസസ് ഓഫ് നമ്പർ ഓഫ് n, അതായത് അസെൻഡിങ് ഓർഡർ. ഓക്കെ, every numbers in the numerator being unit take up the square root of. സോ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതായത് ഓൾ ദ ഓപ്ഷൻസ് 1 to n വരെ ചെക്ക് ചെയ്യാം, ഇല്ല എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 20 വരെ, അതായത് നമ്മൾ ആദ്യം ചെയ്ത പോലെ സ്ക്വയർ റൂട്ട് ഓഫ് 20 വരെയും ആൻഡ് ബൈ ഓൾസോ. ഞാൻ ആ ഒരു മെത്തേഡ് നോക്കണം, അതാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 20 ആണ് നമുക്ക് കാണുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 20 എന്ന് പറഞ്ഞാൽ എത്രയാ? ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 20 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്വയർ റൂട്ട് 1 വരും, 4, 1, 4, 9, 16, 25 അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 20 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ്, അതായത് ഓൾമോസ്റ്റ് 4 അല്ലെങ്കിൽ ഒരു 4.5 ഒക്കെ ആയിട്ട് വരും, വിച്ച് ഈസ് 4. സോ നമുക്ക് എന്തുണ്ട്? ഓക്കെ, സോ സോ 4 ആണ് ഏറ്റവും എന്തെന്ന് പറയുന്നത്. ആൻഡ് let's think that the square root of 20 which is 4 എന്ന് കിട്ടി. ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 20 ഈ 4 വരെയുള്ളത്
നോക്കണം. അതായത് നമ്മുടെ നമ്പേഴ്സ് എന്താ 20. അപ്പം 20 റിമൈൻഡർ ഓഫ് 1 നോക്കണം, 20 റിമൈൻഡർ ഓഫ് 2 നോക്കണം, 20 റിമൈൻഡർ ഓഫ് 3 നോക്കണം, 20 റിമൈൻഡർ ഓഫ് 4 നോക്കണം. ആൻഡ് ഇത്രയുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാം ഡിവൈസേഴ്സ് നോക്കാം. ഇനി ഡിവൈസേഴ്സ് 20 ഡിവൈഡ് ഓഫ് 1 എത്രയാ? 20. 20 ഡിവൈഡ് ഓഫ് 2 എത്രയാ? 10. 20 ഡിവൈഡ് ഓഫ് 3 3 ഇല്ല. 20 ഡിവൈഡ് ഓഫ് 4 20 ഡിവൈഡ് ഓഫ് 4 that is 5 4s are 20. 5 20 divided of 4. Okay, 20 റിമൈൻഡർ 4 വരാണെങ്കിൽ ഓക്കെ ലെറ്റ് മീ ഒന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. നമ്മുടെ റൂട്ട് സ്ക്വയർ നമുക്ക് കാണുന്ന ആളാരാണ്? 20. അപ്പം 20 നമുക്ക് റൂട്ട് ഓഫ് 20 നോക്കിയപ്പോൾ വിച്ച് ഈസ് ഓൾമോസ്റ്റ് 4. അപ്പം 4 വരെയാണ്. 1 2 3 4 വരെയാണ് നോക്കേണ്ടത്. 20 റിമൈൻഡർ ഓഫ് അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 1 നോക്കുന്നു. അതായത് വൺ ഡിവൈഡഡ് ബൈ 20 നോക്കുന്നു. 120. അപ്പം എന്താ? അപ്പം പെയർ ഏതൊക്കെയാണ്? 1ഉം 20നും. ഇനി 20 ഡിവൈഡഡ് ബൈ 2 നോക്കുന്നു. 10. പെയർ ഏതൊക്കെ? 2ഉം 10ഉം. 20 ഡിവൈഡഡ് 4 നോക്കുന്നു. 4ഉം 5. അതായത് ഇവിടെ 3 ഇല്ല കേട്ടോ. 1ഉം ആ നമ്പറും അതിൻ്റെ അതായത് നമ്മൾ റൂട്ട് നോക്കിയിട്ട് 4 വരെയാണ് നമുക്ക് കിട്ടിയത്. റൂട്ട് നോക്കിയിട്ട് 4 വരെ നമുക്ക് കിട്ടി. അപ്പം ആ 4 വരെയുള്ള നമ്പേഴ്സ് 1 2 3 4 വരെ നോക്കണം. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പറും നമ്മുടെ ഡിവൈസറും. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ ഫോർ എൻ എക്സാമ്പിൾ എൻ്റെ math.sqrt of 20 math.sqrt of 20 എന്ന് പറയുന്നത് 4 ആണ്. ഇനി ഞാനിപ്പോൾ 4 കിട്ടി. അതായത് I എന്ന് പറഞ്ഞാൽ 4 I in range എവിടം വരെ നോക്കണം? ഈ ഞാൻ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കൊടുക്കാണ്. അപ്പം SQ വരെ എൻ്റെ സ്ക്വയർ റൂട്ട് വരെ നോക്കണം. വിച്ച് ഈസ് നമുക്കറിയാം 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം 1 കിട്ടും, 2 കിട്ടും, 3 കിട്ടും. 3 വരെ വരും. നമുക്ക് 4ഉം വരണം. വിച്ച് ഈസ് SQO + 1 4 വരെ വന്നു. ഇനി എന്താ? ഇനി ഈ 1 ഇനി n ഡിവൈഡഡ് ബൈ 1 നോക്കണം. ഈ n ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എൻ്റെ n ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് എൻ്റെ ഈ n അല്ലേ, n എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്താ? 0 ആണെങ്കിൽ എനിക്ക് n-ഉം, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു അര പോലെ എടുക്കുന്നു. എനിക്ക് n-ഉം വേണം, അതുപോലെ എൻ്റെ i-യും വേണം. ഇതേ i-യും എടുക്കണം. അപ്പം അടുത്തതിലും എന്ത് വരും? 2 ആണെങ്കിൽ എനിക്ക് വേണ്ടത് n ആണോ? അല്ല, എനിക്ക് വേണ്ടത് 20 ഞാൻ 20 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്നത്. 10 ആണെങ്കിൽ എനിക്കിന് ഡിവൈസറും വേണം, അതിൻ്റെ കോഷ്യൻറ്റും വേണം. എങ്ങനെ ഡിവൈസറും കോഷ്യൻറ്റും എടുക്കുക? ഓക്കെ, എങ്ങനെ എടുക്കുക? ഇൻ പൈത്തണിൽ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളൊക്കെ, എനിക്ക് ഡിവൈസറും വേണം,
അതുപോലെ തന്നെ കോഷ്യനും വേണം. ഈ രണ്ട് നമ്പേഴ്സാണ് എനിക്ക് വേണ്ടത്. എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ അതായത് ഇപ്പം എനിക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ n, ഇതാണ് എൻ്റെ കോഷ്യന്റ് n-നെ ഡിവൈഡ് ചെയ്തിട്ടുള്ള കോഷ്യന്റ്. റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ, ഇത്. ഓക്കെ, അതായത് അപ്പം n ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എനിക്ക് കോഷ്യന്റ് കിട്ടും, അതുപോലെ റിമൈൻഡറും കിട്ടും. എൻ്റെ കോഷ്യന്റ് എന്ന് പറയുന്നത് എന്താ, ഐയും അതുപോലെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ, ഓക്കെ, എൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് മോഡുലസ് ആണല്ലേ. അയ്യോ, അപ്പം എനിക്കത് കിട്ടി. അപ്പം ക്യൂവും ആറും കിട്ടി. ഈ ക്യൂ ആറും എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് വേണമെങ്കിൽ അരയിലേക്ക് വേണമെങ്കിൽ പുഷ് ക്യൂ ആറും, ഈ അരയിലേക്ക് എൻ്റെ ക്യൂ ആറും ഒന്ന് പുഷ് ചെയ്ത് ഇനി അതായത് ഞാനൊരു എംപ്റ്റി അര ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞാനിവിടെ ഒരു എംപ്റ്റി അര ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓൾമോസ്റ്റ് എന്ത് കിട്ടി എനിക്ക്, 4. അപ്പം 4 വരെ റൺ ചെയ്യും. 1 2 3 4 1 2 3 4 വരെ റൺ ചെയ്യിപ്പിക്കും. 1 2 3 4 റൺ ചെയ്യിപ്പിക്കും. ഒരു വട്ടം ആദ്യത്തെ ഇതിൽ റൺ ചെയ്യിപ്പിക്കുമ്പോൾ എന്താ നോക്കുന്നത്, എൻ്റെ എന്താ നോക്കുന്നത്, 20 ഡിവൈഡഡ് ബൈ 1 നോക്കും. 20 ഡിവൈഡഡ് ബൈ 1 റിമൈൻഡർ എടുക്കും, കോഷ്യന്റ് എടുക്കും. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും എൻ്റെ അരയിലേക്ക് പുഷ് ചെയ്യും. അപ്പം ഈ അര എന്തായി, 1 ആയി, 20 ആയി. എന്നിട്ട് അടുത്ത ലൂപ്പിലേക്ക് വരും. ഈ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ അര ഒന്ന് റിട്ടേൺ ചെയ്ത് നോക്കട്ടെ. എന്താ ആൻസർ അല്ല, അരയിൽ എൻ്റെ നമ്പേഴ്സ് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇതിൽ എറർ വന്ന എന്താ, ഫ്ലോട്ടിനെ ഞാൻ അതിനെ ഇൻഡിജർ ആക്കുന്നു. അതായത് ആദ്യത്തെ ഇത് എന്താ വരുന്നത്, 0 ആയിട്ടാണ്. 0 അല്ലേ.
ലിസ്റ്റിന് അറേയിലെ അറേ ഡോട്ട് കേട്ടോ. സോറി, ലിസ്റ്റിന് പുഷ് എന്ന് പറഞ്ഞില്ല, അപ്പൻഡായിരുന്നു. എക്സാക്ട്ലി 1 ആർഗ്യുമെന്റ് എടുക്കൂ. അപ്പം ഓക്കെ, നെക്സ്റ്റ് ആണ് അരയിലേക്ക് നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്, എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ 20 വന്നത്. റേഞ്ച് 1 നോക്കി, അതായത് 1 n ഡിവൈഡഡ് ബൈ 1, n എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ ഇവൻ n ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിലെന്താ ഓക്കെ. So the issue was നമ്മൾ കോഷ്യന്റും റിമൈൻഡറും ആഡ് ചെയ്യുന്നു. റിമൈൻഡർ അല്ല ആഡ് ചെയ്യേണ്ടത്, ഡിവൈസസ് ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ അറിയാം. അപ്പം എപ്പോഴും കോഷ്യന്റ് ആഡ് ചെയ്യുമ്പം അതൊരു 0 ആണല്ലേ. സോ നമുക്കിതെങ്ങനെ നമുക്ക് ഇതിന് വേണമെങ്കിൽ അറേന്ന് സെറ്റ് അല്ലേ, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് മാറ്റിയൊരു സെറ്റ് കിട്ടണമെങ്കിൽ ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് അരയ്ക്ക് പകരം ഡിവൈസസ് ആയിട്ട് നോക്കാം. ഇനി അഗൈൻ റേഞ്ച് 1 to if n of 1 അല്ലല്ലോ, n of I എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇതിനെ നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ I എന്ന് പറയുന്നത് n-ന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സെറ്റ് ക്രിയേറ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഈസ് ഇക്വൽ ടു ഓക്കെ, ഒരു സെറ്റ്, എൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നതാണ് സെറ്റ്. 0 ആണെങ്കിൽ ഡിവൈസേഴ്സിലേക്ക് I എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. കാരണം 1, 2, 3 4 അതും ആഡ് ചെയ്യുന്നു. അതുപോലെ പിന്നെ എന്താ ആഡ് ചെയ്യേണ്ടത്, എനിക്ക് ഡിവൈസറും ആഡ് ചെയ്യുന്നു. ഇനി റിട്ടേൺ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ സെറ്റ് ആയതുകൊണ്ട് അതായത് സെറ്റ് ആയതുകൊണ്ട് എന്തായിരിക്കും, ഓർഡേർഡ് ആയിരിക്കും. ഇനി ഇതൊന്ന്
റൺ ചെയ്ത് നോക്കട്ടെ. എന്താണ് പ്രശ്നം? ഞാൻ ഡയറക്റ്റ് ഇട്ട് നോക്കട്ടെ, അത് റെഡി ആവും നോക്കാൻ കേട്ടോ. Foreign range 1 to integer of math. എന്തോന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാണ് അത്. ഓക്കെ ബോയ്സ്, ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ പിന്നെ എന്തായിരുന്നു. ഓക്കെ, ആക്ച്വലി ലോജിക്ക് കറക്റ്റാണ്, ഇതിലെന്തെങ്കിലും ചെറിയ എറേഴ്സ് ആണ്. അപ്പോൾ ഞാൻ എറേഴ്സ് ഫൈൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു എന്താ I don't want to make it too complicated and too lengthy. Thank you.